ഹൈറ്റിൽ വന്നിട്ട് ഇത്രയും നല്ല ടോപ്പിൽ നിന്നൊരു കട്ടൻ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയും രാവിലെ. നിങ്ങളെല്ലാവരും കിടന്നുറങ്ങിയായിരിക്കും, ഞാനൊരു കട്ടൻ കുടിക്കട്ടെ കേട്ടോ. എങ്ങോട്ടേക്കാണ് പോയി വഴി കൊണ്ടുപോകുന്നത് നമ്മളെ. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല, അത്ര കിടിലൻ വ്യൂ. വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് മൈ ലെൻസ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ പൾസറിനകത്താണ് പോകുന്നത്, പൾസർ 115 പോകുന്നത്. ഇതുവരെ വയനാട്ടിൽ ആരും ചെയ്യാത്തൊരു കിടിലൻ ട്രക്കിംഗ് സ്പോട്ടുണ്ട്. എനിക്കൊന്ന് യൂട്യൂബിൽ തന്നെ അധികം ആരും ട്രക്ക് ചെയ്യാത്തൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. വണ്ടി കുറച്ച് മോശം കണ്ടീഷനിലാണ്, കണ്ടില്ലേ, മൊത്തം ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് എല്ലാം പൊട്ടിക്കിടക്കാണ്. പിന്നെ സൈഡിൽ ഇവിടുത്തെ ഉണ്ടല്ലോ ഈ ഗാർഡൊന്നുമില്ല, അതൊക്കെ പോയി കിടക്കുകയാണ്. വണ്ടിക്കൊന്ന് നന്നാക്കണം. അപ്പോൾ കുറേ ദിവസം നമ്മൾ ബൈക്ക് എടുത്തിട്ട് അപ്പോൾ നമ്മളിവിടുന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ആനപ്പാറ പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൽഫൊന്നുമില്ല കേട്ടോ, ബാറ്ററിയൊക്കെ പോയി കിടക്കുക. പിന്നെ വണ്ടിയിൽ എണ്ണയില്ല. പോകുമ്പോൾ നമുക്ക് പമ്പിൽ കയറ്റിയിട്ട് എണ്ണ അടിക്കും വേണം. പമ്പ് എത്തുമെന്ന് വരെ സംശയമാണ്, കണ്ടില്ലേ, മൊത്തം എം ടി ആയിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂറുണ്ട് ഡ്രൈവ്. ഇവിടെ മൊത്തം റോഡ് പണി നടക്കുന്നില്ല, റോഡ് പണി നടക്കുന്നു, ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഞാനും നമ്മുടെ ഈ ബൈക്കും മാത്രമാണുള്ളത്, പിന്നെ നിങ്ങളും കൂടെ ഉണ്ട്. രാവിലെ ഇപ്പോൾ സമയം ഏതാണ്ട് 6:30 ആയിട്ടുണ്ട് കേട്ടോ, 6:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ അതിൻ്റേതായ തണുപ്പും ആ ഒരു എന്താ പറയുക, രാവിലത്തെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബും ഉണ്ട് രാവിലെ തന്നെ ബൈക്കിൽ ഇങ്ങനെ ഡ്രൈവ് പോകുമ്പോൾ. പിന്നെ ഇത് കണ്ടില്ലേ, രാവിലെ തന്നെ പാല് കൊടുക്കാൻ പോകുന്ന ചേട്ടന്മാരും അങ്ങനത്തെ കുറച്ച് രാവിലത്തെ കാഴ്ചകൾ മാത്രമേ നമുക്കിന്ന് വഴിയോരത്ത് കാണാനുള്ളൂ. അപ്പോൾ അധികം വഴിയോരത്തെ കാഴ്ചകളും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം. ഞങ്ങൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. നമുക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് എൻ്റെ അറിവിൽ വയനാട്ടിൽ തന്നെ അധികം ആരും ട്രക്ക് ചെയ്യാത്ത ഒരു 1.5 സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ എൻ്റെ ബാഗിൽ നല്ല ചൂടുള്ള ചായ, കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ആ മലയുടെ മുകളിൽ പോയി ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ ഒരു കട്ടൻ ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. നിങ്ങളിത് കേൾക്കുമ്പോൾ ആയിരിക്കും എനിക്ക് വട്ടാന്ന് കഴിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ഒരു സോളോ ഡ്രൈവ് പോയി കഴിഞ്ഞിട്ട് നല്ലൊരു പീക്ക് പോയിന്റിൽ പോയിരുന്നിട്ട് ഒരു കട്ടനൊക്കെ കുടിച്ച് രാവിലത്തെ മോർണിംഗ് ഒന്ന് സ്പെൻഡ് ചെയ്യുന്നത് അത് വേറെ വൈബാണ്. അത് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇവന് ഭ്രാന്തരത്തിൽ രാവിലെ എണീച്ച് പോയിട്ട് ഇങ്ങനെ പോയി അവിടെ പോയിരുന്ന് ഓരോ പരിപാടി ട്രക്ക് ചെയ്ത് പോകാനൊക്കെ ഭ്രാന്തെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ബൈക്ക് ഓടിക്കുമ്പോണ്ടല്ലോ, ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന വ്യൂ ഇല്ലേ, ഈ ഒരു കറക്റ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കംഫോർട്ട് പൊസിഷനിലല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ കഴുത്ത് കുറച്ചിങ്ങനെ പൊന്തിച്ച് വെച്ചിരിക്കുന്നത്. കറക്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിലുണ്ടാവും, ഇതാണ് കറക്റ്റ് നമ്മുടെ പൊസിഷൻ. തല കറക്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡും ബൈക്കും കറക്റ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, കാണുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഇങ്ങനെ കഴുത്തിങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കഴുത്തിങ്ങനെ പൊന്തിച്ച് പിടിച്ച് പോകുമ്പോൾ ആൾക്കാർ കാണുന്നവരായിരിക്കും ഇവനെന്താ ഇങ്ങനെ പോകുന്നതിനായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം, നമുക്ക് നമ്മുടെ വഴിയിലൂടെ ഇങ്ങനെ നമ്മുടെ ഓരോ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ പോകും. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ SWAC നഴ്സറി ആൻഡ് ഗാർഡൻ. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ പുതുതായിട്ട് വയനാട്ടിൽ തുടങ്ങിയൊരു നഴ്സറിയാണ്. ഇതുണ്ടോ, പെപ്പർ, കോഫി, ഫ്രൂട്ട് പ്ലാന്റ്സ്, ഓർണമെൻ്റൽ പ്ലാന്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി സംഭവമാണ്, നല്ലൊരു സംരംഭമാണ്. പോകുമ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. ഇത് നമ്മുടെ അമ്പലയിൽ ചുള്ളൂർ സുൽത്താൻ ബത്തേരി റോഡിലുള്ളതാണുണ്ടോ SWC, എന്താ ഫുൾ ഫോം, സൗത്ത് വയനാട് അഗ്രി സെൻറ്റർ. അപ്പോൾ വീട്ടിലേക്ക് ഗാർഡനിങ് പരിപാടികൾക്കൊക്കെ താല്പര്യമുള്ളവർ ഇവിടെ വന്നിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യം ഒരുപാടുണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വേഗം പോകും. എന്തായാലും നമ്മുടെ നാട്ടിൽ റോഡിൻ്റെ വികസനം നല്ലോണം സ്പീഡിൽ നടക്കുന്നുണ്ട് കേട്ടില്ലേ. കംപ്ലീറ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ പോകുന്നപ്പോൾ കുമ്പളി റോഡില്ലേ, ആ റോഡ് അത് ശരിക്കും പറഞ്ഞൊരു 1.5 റോഡാക്കിയിട്ടുണ്ട്. നല്ലോണം ടാർ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മോട്ടോർ GP ട്രാക്ക് പോലെ എനിക്കങ്ങനെ തോന്നിയിട്ട്, ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്താ ട്രാക്ക് കണ്ടിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരാം നല്ല ഭംഗിയിൽ. കാരണം ആ റോഡ് അത്രയും പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അത്രയും സൂപ്പറായിട്ട് ആ ഒരു എന്താ പറയുക മാക്സിമം റിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് എന്താവും എന്നറിയില്ല. ഇപ്പോൾ ഓക്കെയാണ്, കണ്ടപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം നമുക്ക് പോകുന്ന വഴി. പിന്നെ ഇതാ നമ്മുടെ അമ്പലയിലുകാരുടെ അഭിമാനമായ വിദേശ മദ്യ ഷോപ്പ്. ഒരു മദ്യ ഷോപ്പ് വന്നപ്പോൾ അതിൻ്റെ ചുറ്റും എത്ര കടകളൊന്നും കണ്ടില്ലേ. കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എല്ലാം ഉണർന്ന് വരുന്നുള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ജാക്കറ്റൊന്നും ഇടാണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു രാവിലെ നല്ല തണുപ്പുണ്ടാകും, ജാക്കറ്റ് ഇട്ടിട്ട് പോയിക്കോ. അതിൻ്റെ ഉപകാരം അതിൻ്റെ പറഞ്ഞപ്പോൾ നമ്മൾ ആ ജാക്കറ്റ് ഇട്ടതിൻ്റെ കാര്യം ഇപ്പോഴേ കിട്ടുന്നത്. കാരണം നല്ല തണുപ്പാണ്. മഞ്ഞ് കുറവുണ്ടെങ്കിലും പക്ഷെ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അമ്പലയിൽ ശിവക്ഷേത്രം, മഹാശിവക്ഷേത്രം ഇതുണ്ടല്ലേ, ഒരു പ്രത്യേക വൈബാട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. കണ്ടില്ലേ ആൽമരം, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കണ്ടില്ലേ മരങ്ങളായിട്ട് അവിടെ ഇങ്ങനെ അമ്പലം. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഈ ആൽമരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ. എന്താ പറയുക, നല്ല തണുത്ത ക്ലൈമറ്റും രാവിലെ സമയം, ആൽമരം, അമ്പലം. അപ്പോൾ നമ്മൾ നേരെ മുമ്പോട്ട് പോകണം. നമുക്ക് ഇനിയും പോകാൻ തോന്നുന്നത് അതാ ഉള്ള മണ്ണിലൊക്കെ കയറ്റിയിട്ട് വണ്ടി കയറുന്നില്ലല്ലോ. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മുടെ മറ്റേ മരം കയറ്റുന്ന ലോറി ഉണ്ട്. ഇത് എന്നും ഒരു ആവേശമാണ്. അപ്പോൾ നമുക്ക് നിർത്തിയിട്ട് വെറുതെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകാം. KL02. അപ്പോൾ ലോറി എന്നും ചെറുപ്പം മുതലേ ഒരു ആവേശം. അപ്പോൾ നിർത്തിയിട്ട് വെറുതെ ഒന്ന് നോക്കിയതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഫടികത്തിൽ ലാലേട്ടനൊക്കെ നമ്മുടെ ചെകുത്താൻ ഇറക്കിയില്ല, ചെകുത്താനൊക്കെ കണ്ട് നമ്മളിത് കറക്റ്റ് ഇപ്പോൾ അമ്പലയിൽ ടൗണിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വടുവഞ്ചാൽ മേപ്പാട് റോഡാണ്. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നതാണ് അമ്പലയിലെ പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ. പിന്നെ ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ റൈറ്റിലേക്ക്. ഈ റോഡ് നേരെ പോകുന്നത് കുളവപ്പാറ, അത് കഴിഞ്ഞ് പിന്നെ കൽപ്പറ്റ കോഴിക്കോട് ആ റോഡ്, പിന്നെ സുൽത്താൻ ബത്തേരി റോഡ്, അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന റോഡാണിത്. കടകളൊക്കെ അതാ പച്ചക്കറി കടകളൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം വരുന്നില്ല, ഇവിടെ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്നില്ലല്ലോ, കടകളൊക്കെ ഉണർന്നു വരുന്നുള്ളൂ. ഈ ജാക്കറ്റില്ലേ, ഈ ജാക്കറ്റ് നിങ്ങൾക്ക് ജാക്കറ്റും പിന്നെ ഈ ഗ്ലൗസും ഞാനിപ്പോൾ വാങ്ങിയതല്ല. നിങ്ങൾക്ക് മണാലി പോയി വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും. അവിടെ ആ ഒരു മഞ്ഞുമലയിൽ ട്രക്ക് ചെയ്യാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അതിപ്പോൾ കറക്റ്റ് ഉപകാരമായി. സംഭവം ഗ്ലൗസ് ഇട്ട് നന്നായി, ഇല്ലെങ്കിൽ നല്ല തണുപ്പ് വേണം. ഇതാണ് കണ്ടോ അമ്പലയിൽ ഗവൺമെൻറ് സ്കൂളാണിത്. പള്ളി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഇത് നല്ലൊരു കാഴ്ച കേട്ടോ. രാവിലെ പള്ളി വിട്ടിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നതല്ലേ. അമ്പലം കണ്ടു, പള്ളി കണ്ടു, ഫുൾ പോസിറ്റീവ് ആയി കേട്ടോ. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കട്ടൻ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ ബാഗിലിരിക്കും. നമുക്ക് പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ഒരു 1/4 മണിക്കൂറിൻ്റെ ട്രക്കിങ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് ട്രക്ക് ചെയ്തിട്ട് മേലെ കയറി നിന്നിട്ട് ആ ചായ അങ്ങോട്ട് കുടിക്കണം. അത് വല്ലാത്തൊരു ഫീലാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് വിചാരിക്കുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറി പോകുന്നതെന്ന് ആയിരിക്കും. പക്ഷേ അത് വേറൊരു മൂഡാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും യാത്ര ചെയ്ത് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പോയി എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഒരു മൂഡ് സെറ്റാക്കി വൈബടിച്ച് നടക്കുന്നവർക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അത്രയ്ക്ക് പെട്രോൾ തീരുമെന്ന് ഡൗട്ടുണ്ട്. വണ്ടി തീർന്നു കേട്ടോ. ഫുള്ള് ത്രോട്ട് കൊടുത്തിട്ട് വണ്ടി പോകുന്നതാ. കുഴപ്പമില്ല, ഇവിടുന്ന് ഒരു 2-3 മീറ്ററും കൂടെ ഉള്ളൂ പമ്പിലേക്ക്. നമുക്ക് എന്തായാലും എത്തിക്കാൻ നോക്കാം. കഴിഞ്ഞു പെട്രോൾ കഴിഞ്ഞു. ഇതാണ് പറയുന്നത്. മക്കളെ തീർന്നല്ലോ. കുഴപ്പമില്ല, പമ്പിൻ്റെ തൊട്ടടുത്ത് എത്തിയോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പൊന്തി ഊപ്പാട് കളിക്കാൻ.
കറക്റ്റ് പമ്പിലെത്തിയിട്ടുണ്ട്. ചേട്ടാ ഒരു 150. എന്താ ഇപ്പോൾ ലിറ്റർ വില? എത്ര ഇട്ട ലിറ്റർ? പെട്രോളിന് എത്ര ലിറ്റർ? 91 അല്ലേ? 91 രൂപയാണ് പെട്രോളിന്. 150 അടിച്ചോ. ചിക്കറടിച്ച് മനുഷ്യൻ്റെ ഊപ്പാടല്ലേ. രാവിലെ ചേട്ടൻ നമ്മുടെ പെട്രോൾ പമ്പൊക്കെ അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വഴിയിലൂടെ ഇങ്ങനെ പോവാം. 2 സൈഡും വണ്ടിയില്ല. എന്നാൽ കിട്ടോ നോക്കി നേരെ മുമ്പിൽ കണ്ടോ ഒരു നീല കളറ് പോയിട്ട് വലിയൊരു മരം നിൽക്ക് നോക്കി. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പോൾ നമുക്ക് അടുത്ത ടേണിങ് എടുക്കേണ്ട സ്ഥലത്ത് അടുത്ത കവലെത്തി. ഈ കവലയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടോ പോകണ്ടേ. ഈ റോഡ് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ കുളപ്പാറ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തുമ്പളി റോഡ് മീനങ്ങാടി കണക്ട് ചെയ്യുന്ന റോഡാണ് കേട്ടോ. ഞാൻ ഈ റോഡാണ് നേരത്തെ പറഞ്ഞത്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി റോഡാക്കിയെന്ന് പറഞ്ഞില്ലേ. ഇതാണ് സംഭവം. ഈ റോഡിലേക്ക് കയറിയപ്പോൾ ഇതിന് പ്രത്യേകത ഉണ്ടല്ലേ. നമുക്ക് ശരിക്കും ത്രോട്ട് കൊടുത്ത് അങ്ങോട്ട് പോകാൻ തോന്നും. പിന്നെ റോഡ് ഇത്രയും നല്ല അടിപൊളിയായിട്ട് പണിത് വെച്ചിട്ടുള്ളതുകൊണ്ട് സ്പീഡിനൊരു കൺട്രോൾ ഉണ്ടാവില്ല. വണ്ടിയിൽ നല്ല സ്പീഡിൽ പോകും. പഴയ പോലെ ആയിരിക്കില്ല. കണ്ടോ റോഡ് കണ്ടില്ല. റോഡങ്ങനെ കിടക്കുകയാണ്. പക്ഷെ വേറെ പ്രശ്നം എന്താ പറയുക, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ റോഡ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ മലയാളികളല്ല, നമ്മുടെ കേരളക്കാരല്ല. വണ്ടി ഒരു ലിമിറ്റില്ലാത്ത സ്പീഡിൽ പോകും. ആ സ്പീഡിൽ പോകുമ്പോൾ ആക്സിഡൻറ്റ്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്ക് ഒരു അമ്പൊക്കെ വയ്ക്കുകയാണെങ്കിൽ സ്പീഡൊന്നും നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. കാരണം മൊത്തം വളവും തിരിവല്ലേ. അതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. നമ്മൾ ചെറിയൊരു സ്പീഡിൽ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, വണ്ടീൻ്റെ കണ്ടീഷൻ അത്ര പോലെ. നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ തരിപ്പണമായിട്ടൊരു അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ അതിൻ്റെ കറക്റ്റ് ഒരു റേസ് ട്രാക്ക് പോലെ ഉണ്ട് കണ്ടോ. നല്ല കട്ടിയിൽ നല്ല അടിപൊളി പണിയാണ് കിടക്കുന്നുണ്ടല്ലോ റോഡ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റും കൂടെ പോയാൽ മതി. നമ്മൾ പോകുന്ന ഈ ട്രക്കിംഗ് സ്പോട്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഫാൻഡ്രൻ റോക്കിൻ്റെയും ആറാട്ടുപാറേൻ്റെ ഇടയിലുള്ള ഇതുവരെ നമ്മുടെ എന്താ പറയുക വയനാട്ടിൽ പ്രശസ്തമാവാത്ത അത്രയ്ക്ക് നല്ല ബെസ്റ്റ് ട്രക്കിംഗ് സ്പോട്ടാണ്. പിന്നെ സോളോ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു അടിപൊളി ഫീലായിരിക്കും. ഇതുണ്ടല്ലേ റോഡ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടില്ല, ഇനി കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സ്ട്രെങ്ത് അല്ല, കുറച്ചുകൂടെ ലെങ്ത്തിൽ നല്ല സ്ട്രെച്ചായിട്ട് റോഡ് കിടക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു. നോക്കിയോ ഏതാ പൂടില്ലേ, അടിപൊളി. നോക്കിയേ സൈഡിലൊക്കെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന രാവിലെ ഞാനും എൻ്റെ ബൈക്കും പിന്നെ നിങ്ങളും മാത്രം. മോർണിംഗ് ബൈക്ക് ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഹാപ്പിയാണ് നമുക്കിങ്ങനെ ബൈക്ക് ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പോരാത്തിന് ഇതുണ്ടോ റോഡ് കിടക്കുന്നുണ്ടോ, ഏതാ റോഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടോ അല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ. ഇതങ്ങനെ കിടക്കുക, ആർക്കാണെന്ന് ത്രോട്ട് ചെയ്ത് പോകാൻ തോന്നാത്തത്. എനിക്കിവിടെ കറക്റ്റ് നമ്മുടെ സ്പോട്ടിൽ തന്നെ, അതുകൊണ്ടാണ് മെല്ലെ പോകുന്നത്. നമുക്കൊന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഇത് കൂടെ നടന്നിട്ട് നമുക്ക് റോഡൊന്ന് കാണാം. കാരണം ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയിരിക്കും. പിന്നെ എന്താ കാര്യം, ഞാനിവിടെ ബൈക്ക് ഇങ്ങനെ നിർത്തി, ഒരാളും ഇല്ല, ഒരു വണ്ടിയില്ല റോട്ടിൽ. കണ്ടോ, ഇങ്ങോട്ട് വേണമെങ്കിൽ പോവാം, ഇങ്ങോട്ട് വേണമെങ്കിൽ പോവാം. വണ്ടിയിൽ എണ്ണ അടിക്കുക, നേരെ വണ്ടി എടുത്തിട്ട് ത്രോട്ട് ചെയ്യുക, പോവുക, എവിടെ വേണമെങ്കിലും പോകാൻ. കണ്ടില്ലേ, ഇതൊക്കെ കുറേ കോറി പാറ പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ ആക്കിയിട്ടിട്ടുള്ളതാണ്. വണ്ടി ഈ അടുത്തെത്തുമ്പോഴാണ് സൗണ്ട് മനസ്സിലാകുന്നത്. കാരണം ആ റോഡിൻ്റെ ആ ഒരു പണിതൻ്റെ അടിപൊളി. ഇത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പപ്പടാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ ഒരു ഭംഗി ഇപ്പോഴത്തെ ഒരു ഇതിലും വെച്ച് പറയുന്നതാണ്. കണ്ടില്ലേ വണ്ടിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് വരുന്നുണ്ട്. അടുത്തെത്തുമ്പോഴാണ് നമ്മളെ സൗണ്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാട്ടോ പറയുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ മൈക്കില്ലാത്തതുകൊണ്ടാണ് ഈ ക്യാമിൽ മൈക്ക് സെറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് മെല്ലെ പോകുമ്പോൾ നമുക്ക് ആ വിൻഡ് നോയ്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മെല്ലെ ഇങ്ങനെ ഓടിച്ച് പോകുന്നത്. എങ്ങനെയുണ്ട് സംഭവം, പൊളിച്ചില്ലേ? അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ മലേൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് കട്ടൻ കുടിക്കണം. അതാണ് അടുത്ത പരിപാടി. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, നമുക്കത് പോയിട്ട് കഴിക്കും വേണം. നല്ല വിശക്കുന്നുണ്ട്, രാവിലെ എണീച്ചിട്ട് പോകുന്നതല്ലേ. സംഭവം രാവിലെ എണീക്കാറൊന്നുമില്ല, ഏതാണ്ട് 10 മണിയാണ് നമ്മുടെ ടൈം. ബട്ട് ഇന്ന് നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു മല ട്രക്ക് ചെയ്യാൻ പോകേണ്ടത് കൊണ്ട് മാത്രം
എത്ര നേരത്തെ എണീറ്റു. മടിയനാണ്, നൈസായിട്ട് പറഞ്ഞ മടിയനാണ്. പിന്നെ രാവിലെ പുതപ്പ് മൂടി കിടന്നുറങ്ങാൻ ആർക്കും ഇഷ്ടമല്ലാത്ത ആ തണുപ്പ്, പ്രത്യേകിച്ച് വയനാട്ടിലെ മഞ്ഞും തണുപ്പുള്ളപ്പോൾ ആരെങ്കിലും പോവോ ഇതുപോലെ രാവിലെ എണീച്ചിട്ട്? അല്ല, ഇതുപോലെ രാവിലെ എണീച്ചിട്ട് പോകുമെന്നല്ല, ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ ഒരിക്കലും എന്താ ഭ്രാന്താണ് അങ്ങനെ പറയുന്നതായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് രാവിലെ നല്ലോണം പുതപ്പ് മൂടി ആ ചൂടും പിടിച്ച് കിടക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഇതുപോലെ ബൈക്ക് റൈഡ് പോകാൻ അത് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എത്ര നേരത്തെ എത്രയാണെങ്കിൽ ഞാൻ പോകും. അത് ഏത് ഇന്ന ബൈക്കൊന്നുമില്ല കേട്ടോ, ഏത് ബൈക്കാണെങ്കിലും ഇപ്പോൾ. അപ്പോൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫാൻഡൻ റോക്ക് പോകുന്ന വഴി കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫാൻഡൻ റോക്ക്. പിന്നെ ഇതാ ഈ പാർക്കിംഗ് ഇല്ലേ, നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ട സ്ഥലം. ഇത് കണ്ടില്ലേ, ഇതുവരെ ഞാൻ പറയട്ടെ, വയനാട്ടിൽ ഒരാൾക്കും അറിയാത്ത ട്രക്കിംഗ് സ്പോട്ടാണ്. അത്രയും കിടിലൻ ട്രക്കിംഗ് സ്പോട്ടാണ് ഇത്. ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടും ഞങ്ങളെല്ലാവരും കൂടെ വന്നിരുന്നു. അപ്പോൾ മീൻചേട്ടൻ ഓണൊക്കെ അടിച്ചിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബൈക്ക് താഴെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ മേലോട്ട് കയറിക്കൊണ്ട് കേട്ടോ. മേലോട്ട് കയറാൻ തുടങ്ങിയപ്പോഴേ നല്ല ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഊരിയിൽ കൈ പിടിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ഈ ട്രക്കിംഗ് എൻജോയ് ചെയ്തിങ്ങനെ കയറാം. ഇവിടെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ, ഇത് എത്ര കയറാണ്ട് മേലോട്ട്. ഇവിടെ മൊത്തം കണ്ടില്ലേ, കംപ്ലീറ്റ് ആൾക്കാർ വന്നിട്ട് പ്ലാസ്റ്റിക് കുപ്പി ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ ട്രക്ക് ചെയ്ത് വരാൻ നേരത്തൊന്നും ഒരിക്കലും ഇങ്ങനെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇടാണ്ട് ശ്രദ്ധിക്കുക. നല്ലോണം കിതയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കയറിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതായിരിക്കും കറക്റ്റ് റൂട്ട്. അപ്പോൾ ഈ കയറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ച് മേലോട്ട് കയറാം. ഇതിനൊരു അവസാനമല്ലേ ദൈവമേ. താഴത്തെ വ്യൂ ഉണ്ടല്ലേ, ആ റോഡും പിന്നെ അവിടെ കുറച്ച് വെള്ളക്കെട്ട് കാണുന്നുണ്ട്. സംഭവം എല്ലാം അടിപൊളി. സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്നുണ്ട്. നല്ലോണം കിതക്കുന്നുണ്ട്. രാവിലെ ഏതാണ്ട് ഫുഡും കഴിച്ചിട്ടില്ലല്ലോ. ഇതങ്ങനെ കിടക്കോട്ടെ, ഇവിടെ ഒന്നും അതിൻ്റെ തീരും തോന്നില്ല. അപ്പോൾ ഇവിടെ വരെ കറക്റ്റ് വഴി കാണുന്നില്ല കേട്ടോ. കുറച്ചുകൂടെ മേലോട്ട് കയറി വെക്കാം നമുക്ക്.
ഇത് കൂടെ സൈഡ് കൂടെ ഇനിയും കേട്ടോ കുറേ നടക്കാൻ. താഴത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടൂല. ഞാൻ പോയിട്ടുള്ള വെച്ചാൽ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സോളോ ട്രക്കിങ്. തെങ്ങോട്ടേക്കാണ് പോയി വഴി കൊണ്ടുപോകും നമ്മളെ. പക്ഷെ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല. അത്ര കിടിലൻ വ്യൂ ഉണ്ടല്ലേ. കുറച്ച് പൊത്തിപ്പിടിച്ച് കയറിയെങ്കിലും വ്യൂ മാരകം, ഒരു രക്ഷയില്ല. സീൻ നല്ലോണം കിതക്കുന്നുണ്ട്, പൊത്തിപ്പിടിച്ച് വലിഞ്ഞ് കയറിയിട്ടേ. സംഭവം പൊളിച്ചില്ലേ. ഇനി നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഓരോ കട്ടൻ ചായ കുടിക്കാം. ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ഷീണം മാറി കിട്ടും. ബാഗ് ഇത് അവിടെ വെച്ചിട്ടുണ്ട് കണ്ടല്ലേ. നമുക്ക് നല്ലൊരു സൺറൈസും കിട്ടി. സൂര്യൻ ഉദിച്ച് കറക്റ്റ് പാറേൻ്റെ മേൽക്കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. സംഭവം പൊളിച്ചില്ലേ, ഒന്നും പറയാനില്ല. താഴോട്ടും കിടിലൻ വ്യൂ, മൊത്തത്തിൽ സൂപ്പർ വ്യൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗ് തുറന്നിട്ട് പെട്ടെന്നൊരു കട്ടൻ കുടിക്കാം. ചായ തണുത്തുകൊണ്ടിരിക്കുകയാണ്, ഫ്ലാസ്കിൽ കൊണ്ടുവന്നേ. പിന്നെ കുറച്ച് വെള്ളമുണ്ട്, ആദ്യം കുറച്ച് വെള്ളം കുടിക്കട്ടെ. കയറി വന്ന് എൻ്റെ കിതപ്പ് കണപ്പൊക്കെ ഒന്ന് മാറട്ടെ. ടിഫിൻ ബോക്സ് ഉണ്ട്, ഗ്ലാസ്സാണ് ഞാൻ തപ്പുന്നത്. ഗ്ലാസ് ഇത് എവിടെ ഇരിക്കുന്നു? ഗ്ലാസ്സിലേക്ക് കുറച്ച് ചായ വയ്ക്കാം. ഇത്രയും നല്ലൊരു ഹൈറ്റിൽ വന്നിട്ട് ഇത്രയും നല്ല ടോപ്പിൽ വന്നൊരു കട്ടൻ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയും രാവിലെ. നിങ്ങളെല്ലാവരും കിടന്നുറങ്ങിയായിരിക്കും, ഞാനൊരു കട്ടൻ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിച്ചു കഴിഞ്ഞു, ക്ലാസ്സൊക്കെ എടുത്തേക്കട്ടെ കേട്ടോ. എല്ലാം കൊണ്ടുവന്ന സാധനം അതേപോലെ സേഫായിട്ട് എടുത്തേക്കണ്ടേ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ എന്താ തന്നിട്ടില്ല നോക്കട്ടെ. അതൊരു ഓംപ്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു കഷ്ണം ചപ്പാത്തിയും ഒരു ഓംപ്ലേറ്റും കൂട്ടിയിട്ട് ഞാനൊരു പെട ഉടക്കട്ടെ കേട്ടോ. അതുവരെ നിങ്ങൾ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിരിക്കും. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഒരു കട്ടൻ കുടിച്ചു, പിന്നെ 2 ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു. ഓംപ്ലേറ്റും പിന്നെ ഒരു ചെറിയ ചപ്പാത്തി ഉണ്ടായിരുന്നു, ആ ചപ്പാത്തിയും കഴിച്ചു. അതുകൊണ്ട് നമുക്കിവിടെ കുറച്ചും കൂടെ നടന്ന് കാണാനുള്ള കിടിലൻ സ്ഥലങ്ങളുണ്ട്. താഴത്തെ വ്യൂ ഒക്കെ ഒന്നും പറയണ്ട കേട്ടോ, അത്രയ്ക്കും കിടിലനാണ്, ഒരു രക്ഷയിലുണ്ടല്ലേ. സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു, അതിനിടയ്ക്ക് നമ്മുടെ വയനാടിൻ്റെ കുന്നും മലയൊക്കെ താഴെ ഇങ്ങനെ കാണാം. ഇതുണ്ടല്ലേ, ഇവിടേക്ക് പോകുമ്പോൾ ഇനിയും നല്ല നല്ല കാഴ്ചകളുണ്ട്. നമുക്കൊന്ന് മുമ്പോട്ട് പോയി നോക്കാം. എനിക്ക് ഉറപ്പാണ് നമ്മളെ അധികം ആരും ഇവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കണ്ടില്ലേ, താഴെ മൊത്തം കോട ഇങ്ങനെ മൂടിക്കിടക്കുക, മഞ്ഞ് കാരണം കണ്ടില്ലേ. ശരിക്കും ഒരു എന്താ പറയുക, ക്ലൗഡ് ബെഡ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം.
ഇതാ ഈ റോക്കിൽ ഇതിൻ്റെ മേലോട്ട് കയറാനും അവിടെ റോപ്പ് ഇട്ടിട്ടുണ്ട്. കണ്ട് ഇവിടേക്ക് ഏതാ വ്യൂ നോക്കിയേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് കയറി നോക്കാം അല്ലേ. താഴത്തെ വ്യൂ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും കിടിലുണ്ടോ. ഈ പാറയ്ക്ക് ഇരിക്കുന്ന നോക്കിയേ, എൻ്റെ താഴെ മൊത്തം മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുക. ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഒരു സോങ്ങും കേട്ട് ഇങ്ങനെ ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ സോങ് ലിസൺ ചെയ്ത് അതിലിങ്ങനെ അഡിക്റ്റായിരുന്നു പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കയറൊക്കെ ഇട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലോട്ടൊന്ന് കയറി വെക്കാം. സീൻ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കറക്റ്റ് ഇപ്പോൾ ആകാശത്തിൻ്റെ നടുക്കിൽ എന്താ പറയുക, കറക്റ്റ് ഒരു അമ്പർലേൻ്റെ മേലെ നിൽക്കുന്നവരുണ്ട്. ഒരു കുട, അതിൻ്റെ മേലെ അതിന് ചുറ്റും മഞ്ഞ്, ആ മഞ്ഞിൻ്റെയൊക്കെ ഇടയിൽ കറക്റ്റ് അതിൻ്റെ മേലെ അത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത്. താഴെ നോക്കിയൊരു വെള്ളക്കെട്ട് കാണുന്നുണ്ടോ, അതിൽ സൂര്യൻ കറക്റ്റ് അതിനകത്ത് വന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മൊത്തം ഈ മഞ്ഞും മറ്റേ മരങ്ങളെല്ലാം കൂടെ പൊതഞ്ഞ് കിടക്കുന്നുണ്ട്. എവിടെ സ്ഥലം എന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സംഭവം പൊളിച്ചില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ട്രക്കിങ്ങും ഇങ്ങോട്ട് വന്നൊരു ബൈക്കിൽ ചെറിയൊരു റൈഡും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കണ്ടില്ലേ, അത്രയും അടിപൊളി ഒരു സ്ഥലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്, ഒരു രക്ഷയില്ല. അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് പൊത്തിപ്പിടിച്ച് കയറിയില്ലേ, കയറിയത് മാത്രം കണ്ട പോലെ ഇറങ്ങുന്നതും കൂടെ കാണണ്ടേ. ഇതിപ്പോൾ എങ്ങനെ ഇറങ്ങാമെന്നൊരു പിടുത്തില്ല കേട്ടോ. കയറ് പിടിച്ചിട്ട് നമുക്ക് ഊർന്നിരുന്നിരുന്ന് കണ്ട് ഇറങ്ങാം. ക്യാമറയും പിടിക്കണം. അപ്പോൾ അതിറങ്ങി കിട്ടി. ഇവിടെ ഓരോരുത്തർ വന്നിരുന്നിട്ട് മേലെ കുറേ എഴുത്തുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെവിടെ പോയാലും എല്ലാ പാറയിലും ഉണ്ടാവുന്നല്ലേ. ഉണ്ടല്ലേ, ഓരോരുത്തർ പേരും അതും ഇതൊക്കെ ഇങ്ങനെ പാറയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ നല്ല വ്യൂ കേട്ടോ, സൈഡിലോട്ടൊക്കെ നൈസാ. അപ്പോൾ എൻ്റെ ചെറിയ ഇങ്ങനത്തെ എക്സ്പ്ലോറിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തിടുന്ന വീഡിയോസ് അങ്ങനെ നമുക്ക് എന്താ പറയുക, ആ ബെല്ലൈക്കൺ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. നമ്മളപ്പോൾ നമ്മുടെ ട്രക്കിങ്ങൊക്കെ അടിപൊളി സക്സസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇതാ എന്ത് രസമല്ലേ, റോഡും ഈ സൈഡിലുള്ള പൂക്കളൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക ഒരു വൈബ്, ഒരു റെഡിഷ് കളറിലുള്ള പൂക്കളും പിന്നെ അവിടെയുള്ള മരങ്ങളും. അപ്പോൾ റോഡും ഇങ്ങനെ വിജനമായിട്ട് ഇങ്ങനെ എന്താ പറയുക, എങ്ങോട്ട് വേണമെങ്കിൽ നീ പോയിക്കാതുകൊണ്ട് കിടക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുന്നതെന്ന് ജസ്റ്റ് ഈ റോഡൊന്ന് നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് വരാം.
അപ്പോൾ നമ്മൾ നമ്മുടെ ട്രക്കിങ് കംപ്ലീറ്റ് ആക്കി, ജസ്റ്റ് ഒരു ഡ്രൈവിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നേരെ വീട്ടിൽ പോകണം, ഒന്ന് സുഖമായിട്ട് വീണ്ടും പുതപ്പ് മൂടി നിന്ന് കിടന്നുറങ്ങണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലേ, നമ്മുടെ പൾസർ 150ലാണ് ഇന്ന് വന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു ഡ്രൈവ് പോകണമെന്ന് വിചാരിച്ചിട്ട്. അധികം ലെങ്ത് ഒന്നുമല്ല കേട്ടോ, ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അധികം ദൂരമല്ല, ജസ്റ്റ് ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതുപോലെ ഇനി ഒരുപാട് വീഡിയോകളുണ്ടാവും. അപ്പോൾ സംഭവം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. അപ്പോൾ എന്താ സ്ഥിതി, നമുക്ക് നിർത്തല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ പറഞ്ഞേ.